കേരള വിഷൻ മീഡിയ നെറ്റിനോടൊപ്പം ആദ്യാക്ഷരമെഴുതി കുരുന്നുകൾ അടിമാലി മീഡിയ നെറ്റ് സ്റ്റുഡിയോയിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരും അധ്യാപകരുമായ ജോസ് കോനാട്ട്, എ കെ പ്രഭാകരൻ എന്നിവർ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി കുരുന്നുകളാണ് വിദ്യാരംഭ ചടങ്ങിൽ പങ്കെടുത്തത്. ഹരിശ്രീ വിജയദശമി ദിനത്തിൽ കേരള വിഷൻ മീഡിയ നെറ്റ് വിപുലമായാണ് വിദ്യാരംഭ ചടങ്ങ് സംഘടിപ്പിച്ചത്. അടിമാലി മീഡിയ നെറ്റ് സ്റ്റുഡിയോയിൽ നടന്ന ചടങ്ങിൽ നിരവധി കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിച്ചത്. എഴുത്തുകാരും വിദ്യാഭ്യാസ വിദഗ്ധരുമായ ജോസ് കോനാട്ട്, എ കെ പ്രഭാകരൻ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ നെറ്റ് പബ്ലിക് റിലേഷൻ ഓഫീസർ എം സന്തോഷ് കുമാർ ആമുഖ സന്ദേശം നൽകി. വിജയദശമി ദിനത്തിൽ അനേകായിരം വിദ്യാർത്ഥികൾ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കുന്ന ദിനമാണ് വിജയദശമി. അതിൻ്റെ ഭാഗമായിട്ട് മീഡിയ നെറ്റ് ഇന്ന് വളരെ പ്രൗഢഗംഭീരമായ രീതിയിൽ നമ്മുടെ മീഡിയ നെറ്റ് സ്റ്റുഡിയോയിൽ ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന കുട്ടികളെ ഞാൻ അതോടൊപ്പം തന്നെ നമ്മുടെ അറിവിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എൻ്റെ ഗുരുനാഥനും അതുപോലെ തന്നെ നമ്മുടെ അറിയപ്പെടുന്ന അധ്യാപകനുമായ ശ്രീ പ്രഭാകരൻ സാറ്, അതുപോലെ തന്നെ സാഹിത്യകാരനും എഴുത്തുകാരനുമായ അധ്യാപകൻ ശ്രീ ജോസ് കോനാട്ട് സാറ്, മറ്റ് മീഡിയ നെറ്റിലെ മുഴുവൻ സഹപ്രവർത്തകരും എല്ലാവരും ഈ ദിനത്തിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മുടെ ആദ്യാക്ഷരം കുറിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ നല്ല രീതിയിൽ അവരുടെ ഭാവി തലമുറയിലേക്ക് വളരെ നല്ല രീതിയിൽ ഉണ്ടാകാനുള്ള ഉത്തേജനം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മീഡിയ നെറ്റ് മാനേജർ ഓമന സുരേഷ്, മീഡിയ നെറ്റ് ന്യൂസ് സീനിയർ സബ് എഡിറ്റർ മേബിൾ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് ആദ്യാക്ഷരം കുറിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. അവർക്ക് വരും തലമുറകളെ വാർത്തെടുക്കുവാനുള്ള അവർക്ക് എല്ലാ കഴിവുകളും ദൈവാനുഗ്രഹത്താൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇങ്ങനെയൊരു വിദ്യാരംഭ ചടങ്ങ് ഒരുക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ ആദ്യാക്ഷരം കുറിക്കുന്ന എല്ലാ കുരുന്നുകൾക്കും ഇനി വരും തലമുറയിലെ ഭാവി നെയ്തെടുക്കുന്നവരാണ്. അപ്പം ഇങ്ങനെയൊരു വിദ്യാരംഭ ചടങ്ങ് മീഡിയ നെറ്റിൽ തുടക്കം കുറിക്കാൻ പോവുകയാണ്. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്ന് വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. ആദ്യാക്ഷരം കുറിച്ച കുരുന്നുകൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചാണ് വിജയദശമി ആഘോഷം വർണ്ണാഭമാക്കിയത്. അംഗൻവാടി പോകണോ, മിഠായിനകത്തും കുഴപ്പമില്ല, പുറത്തുള്ളൂ കേട്ടോ. മീഡിയ നെറ്റിന്റെ പ്രവർത്തനം ഏറെ മാതൃകയാണെന്ന് ജോസ് കോനാട്ടും എ കെ പ്രഭാകരനും അഭിപ്രായപ്പെട്ടു. അക്ഷര എഴുത്തിൻ്റെ പരിപാടിയാണ്. സത്യത്തിൽ വിജയദശമി ദിവസം മീഡിയ നെറ്റ് പോലുള്ള ഒരു സാംസ്കാരിക ചാനൽ ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു പരിപാടി തന്നെയാണ്. കാരണം നമ്മൾ അതുപോലൊരു കെട്ട കാലത്തോടെയാണ് കടന്നു പോകുന്നത്. എല്ലാവരും ഇത്തരം പരിപാടികളെ അപഹരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാംസ്കാരികമായ ഒരു നിലനിൽപ്പ് അക്ഷരത്തിൻ്റെ കാര്യത്തിലുണ്ടാവണം. കാരണം നമ്മുടെ ഭാരതീയ പാരമ്പര്യം, പൈതൃകം എന്നൊക്കെ പറയുന്നത് അക്ഷരം അമൃതാണ്, അഗ്നിയാണ് എന്ന് പഠിപ്പിച്ച പാരമ്പര്യമാണ്. അത് നമ്മുടെ ആചാര്യന്മാർ, നമ്മുടെ ഋഷിവര്യന്മാരുടെ ഒക്കെ ഒരു പാരമ്പര്യം അതാണ്. അപ്പോൾ അക്ഷരത്തെ അത്രമാത്രം വലുതായി ബഹുമാനത്തോടെ ആദരവോടെ കാണുന്ന ഒരു മഹത്തായ പാരമ്പര്യത്തിൻ്റെ പിൻതലമുറക്കാരാണ്. അക്ഷരത്തിൻ്റെ പുതിയ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്ന കുരുന്നുകൾക്കായി ഇവിടെ വേദി ഒരുക്കിയ മീഡിയ നെറ്റിന് എൻ്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ. ഇവിടെ കടന്നു വന്ന കുഞ്ഞുങ്ങൾക്ക് അക്ഷരത്തിൻ്റെ ലോകത്തേക്ക്, അറിവിൻ്റെ ലോകത്തേക്ക്, പുതിയ ഒരു ലോകത്തേക്ക് കടന്നു വന്ന കുഞ്ഞുങ്ങൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും അറിവിൻ്റെ ഒരു വലിയ ലോകമാണ് അവരുടെ മുമ്പിൽ.
തുറന്നു വച്ചിരിക്കുന്നത്. അവർ ആ വിഹായസിലേക്ക് പറന്നുയർന്ന് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുന്ന കുരുന്നുകൾ ആയിട്ട് വളർന്നു വരട്ടെ. മധുര വിതരണത്തോടെ സമാപിച്ച പരിപാടിക്ക് ഡിലീഷ ബേബി, സിന്ധു, സുജാത, പൗലോസ്, ഷിബു, നമിത തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അടിമാലി.